അതായത് അമേരിക്കയും ചൈനയും നമ്മൾ ഏകദേശം കംപ്ലീറ്റ് സെറ്റ്. ഈ പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് ഒറ്റ താല്പര്യമില്ല, ചൈനയിൽ ആക്സസ് കിട്ടണം. അതും ചൈന തയ്യാറായി, ഗ്രാജുവൽ ആക്സസ്. അതാണ് എലോൺ മസ്കിൻ്റെ അവരുടെയൊക്കെ താല്പര്യം. അതേപോലെ ചൈനീസ് കമ്പനിയായ അലിബാബ, അങ്ങനെ പല കമ്പനി അമേരിക്ക ആക്സസ് കൊടുത്തു. അവർ തമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ സെറ്റിലായി. ഇന്ത്യയുടെ കാര്യമാണ് കട്ട പുകയെന്ന് പറയുന്നത്. ഇതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, ഇതൊക്കെ വരാൻ പോവുകയാണ്. പക്ഷെ ഇവിടെയുള്ള സംഘപരിവാറും RSSും അവരും ഇവരും ഇന്ത്യ അമേരിക്കയെക്കാളും വലുതാ, ചൈനയെക്കാളും വലുതാ, നമ്മളിപ്പം കാണിച്ചു കൊടുക്കും, അത് കാണിച്ചു കൊടുക്കും, ഇത് കാണിച്ചു കൊടുത്തു. അവസാനം ഇന്ന് പെട്രോളിനും ഡീസലിനും 300 രൂപ വെച്ച് വിലയും കൂട്ടി. അത് ഏറ്റവും വേഴ്സ്റ്റ് എക്കോണമി ആയിട്ട് ഇന്ത്യ പോകുന്നത്. ഇതാണ് കണ്ടീഷൻ. അതായത് ഏറ്റവും വലിയ സെറ്റ് ബാക്ക് ഇന്ത്യക്ക് എല്ലാ തലത്തിലും കിട്ടി. ഏകദേശം 10-12 വർഷമായി ചൈന അമേരിക്ക കമ്പനിയിൽ നിന്ന്, ബോയിങ്ങിൽ നിന്ന് എയർക്രാഫ്റ്റ് വാങ്ങിയിട്ട് അവർ 200 എയർക്രാഫ്റ്റ് സൈൻ ചെയ്തു. ഇന്ത്യ നേരത്തെ സൈൻ ചെയ്തു, എയർ ഇന്ത്യ സൈൻ ചെയ്തു. അത് മുഴുവൻ എയർ ഇന്ത്യയുടെ പല ക്യാൻസലേഷൻ പരിപാടിയും 22,000 കോടി നഷ്ടമായി കഴിഞ്ഞപ്പോൾ അതങ്ങ് ക്യാൻസൽ ചെയ്തു പോയി. ഇതാണ് സംഭവം. ചൈന എന്ന് പറഞ്ഞാൽ വല്ലാത്ത രീതിയിലങ്ങ് മാറുന്നു. അമേരിക്കയ്ക്ക് പൂർണ്ണമായിട്ടും ആക്സസും കൊടുത്തു. അതായത് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഇന്ത്യക്ക്. ലോകം കംപ്ലീറ്റ് ആയിട്ട് പറയാൻ തുടങ്ങി, ഇന്ത്യയാണ് ഒറ്റപ്പെട്ടു പോയത്. അതായത് നമ്മുടെ പോളിസിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവനെ ചൊറിയാൻ പോയി, അവൻ തിരിച്ചിട്ട് മാന്തി കൈ തന്നു. ഈ പറയുന്ന ഷീ ജിൻപിങ്ങിനെയും പുട്ടിനെയും കെട്ടിപ്പിടിക്കാൻ പോയി ഈ ട്രംപിനെ തോപ്പിച്ച്. അതെല്ലാം കൂടെ വെച്ച് അവർ സമയം കാത്തിരുന്നു. അമേരിക്കൻ രീതിയാണ്, അമേരിക്കൻ ഡിപ്ലോമസി ഇതാണ്. അവൻ്റെ കൂടെ നിൽക്കുവാണ്, അവൻ്റെ കൂടെ നിന്നോണം. അവനെ ചൊറിയാൻ പോയി അവൻ ഒരു കാരണവശാലും വിടുന്നില്ല. ആലോചിച്ച് നോക്കുക, 1 മാസം മുമ്പ് പാകിസ്ഥാനിൽ വരെ JD വാൻസ് വരികയാണ്. പാകിസ്ഥാനെ മീഡിയേറ്ററാക്കി. അതായത് ഇന്ത്യയുടെ ബോർഡറായിട്ടുള്ള 2 ശത്രുക്കൾ, ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ചൈന. എവിടെ പോയി ഇന്ത്യയുടെ പൊസിഷൻ? സിമ്പിൾ ചോദ്യമല്ലേ? ഇതിനൊന്നും ഗവൺമെൻറ് സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ പറയുന്ന അമേരിക്കയുടെ വെച്ചിരിക്കുന്ന ഡോട്ട് ലൈനിൽ ഇന്ത്യ പോയി ഫൈനലി ഈ പറയുന്ന ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഏകദേശം 500 ബില്യൺ അവിടുന്ന് സാധനം വാങ്ങാമെന്നും പറഞ്ഞു. ഇതൊന്നും ഈ പറയുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തള്ളി ദൂരെ കളഞ്ഞു.